Dear students, in the last class, we have derived the general solution of equation of motion in one dimension. So the expression is given as half mvb square minus half mva square is equal to integral xa to xb f of x dx. So this equation is very important when we have solved two examples using this general equation. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ഇക്വേഷൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ചോദിച്ചിരുന്നു ഹാഫ് എം വി ബി സ്ക്വയർ എന്താണ്, ഹാഫ് എം വി എ സ്ക്വയർ എന്താണ്, ഇത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു ഈ ഒരു ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കൈനറ്റിക് എനർജീനെയാണ്. So half m v square represents kinetic energy. Also, so we can rewrite the LHS as kb minus ka, where kb is the kinetic energy, final kinetic energy, half m v b square, and ka is the initial kinetic energy, half m v a square. Now what is RHS? RHS is integral xa to xb f of x dx. So we know that force into displacement is work. So from xa to xb, from the point xa to xb, the total work done by the particle is given as integral xa to xb f of x dx. It is called the work done by the force on the particle as it moves from a to b. So we can rewrite the equation 1 as kb minus ka is equal to wba, where wba is the work done. So this theorem is called work energy theorem in one dimension, because we have used the general equation for equation of motion in one dimension. So this equation is the work energy theorem in one dimension. So the statement of this theorem is very important, and this theorem is very important. So the statement is like this: the work done by the force on a particle is equal to the change in kinetic energy. So നമ്മൾ ആദ്യം ഡിറൈവ് ചെയ്തത് വൺ ഡയമെൻഷൻ മോഷൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ സോൾവ് ചെയ്തു, അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്തത് അതിൻ്റെ സൊല്യൂഷൻ കിട്ടി, അതിൻ്റെ വർക്ക് എനർജി തിയറം പറഞ്ഞു. ഇതുപോലെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ സെവറൽ ഡയമെൻഷൻസ് സോൾവ് ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് അടുത്തത് നമ്മൾ ഇതിൻ്റെ SI യൂണിറ്റ്സ് ആണ് പറയുന്നത്. SI യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ജൂൾ. നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. സോ ഫോഴ്സ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റർ. സോ 1 ജൂൾ എന്ന് പറയുന്നത് ആക്ച്വലി 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി നമ്മൾ സാധാരണ ചില പ്രോബ്ലംസിൽ ഈ യൂണിറ്റ്സ് SI യൂണിറ്റിലല്ലാതെ തരും. സപ്പോസ് CGS സിസ്റ്റം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റം. സോ ഇതിൽ വർക്കിൻ്റെ വർക്കിനും എനർജിക്കും ഒരേ യൂണിറ്റാണ്, വർക്കും എനർജിയും ജൂളിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. സോ CGS സിസ്റ്റത്തിലെ യൂണിറ്റാണ് എർഗ്. നമ്മളെപ്പോഴും കൺവേർഷൻസ് അറിയണം, എങ്ങനെയാണ് CGS സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ SI യൂണിറ്റിലേക്ക് മാറ്റാം. സോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ നമ്മുടെ പ്രോബ്ലംസിൽ നമുക്ക് മിക്കവാറും അതിൻ്റെ ആൻസേഴ്സ് SI യൂണിറ്റിലായിരിക്കും കൊടുക്കേണ്ടത്, പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് CGS സിസ്റ്റത്തിലായിരിക്കും. സോ ഇവിടെ നോക്കൂ, എർഗാണ് നമ്മുടെ CGS സിസ്റ്റം. സോ 1 എർഗ് ഈസ് 1 ഗ്രാം സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ നമുക്ക് എർഗിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ദിസ് ഈസ് ദ കൺവേർഷൻ ഫോർമുല. 1 എർഗ് ഈസ് ഈക്വൽ ടു 10⁻⁻7 ജൂൾ. ഇനി ഇംഗ്ലീഷ് സിസ്റ്റത്തിൽ, ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ FKS സിസ്റ്റം എന്ന് പറയും. FKS സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റാണ്, വർക്കിൻ്റെ യൂണിറ്റാണ് ഫൂട്ട് പൗണ്ട്. FTLB എന്നാണ് അതിൻ്റെ ഷോർട്ട്. സോ ഫൂട്ട് പൗണ്ട് FTLB ഈസ് ഈക്വൽ ടു 1.336 ജൂൾ. സോ ഈ കൺവേർഷൻസ് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. അടുത്തത് നമ്മൾ പഠിച്ച വർക്ക് എനർജി തിയറത്തിൻ്റെ അപ്ലിക്കേഷനാണ് പറയുന്നത്. സോ ഫോർ ദാറ്റ് ദ എക്സാമ്പിൾ ഈസ് എ വെർട്ടിക്കൽ മോഷൻ ഇൻ എൻ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ്. ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഫോഴ്സസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറഞ്ഞാൽ? എഫ് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾസ്. ഈ F പ്രൊപ്പോർഷണൽ ടു 1/r² ഒബേ ചെയ്യുന്ന ഫീൽഡാണ് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിളാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡിലെ ഫോഴ്സ് എന്താണ്? F is equal to gmm/r². ഓക്കെ, അപ്പോൾ ഇതിൽ gmm കോൺസ്റ്റൻ്റ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് F പ്രൊപ്പോർഷണൽ ടു 1/r². സോ വി ക്യാൻ സേ ദാറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് എൻ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഫോഴ്സ്.
അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കൂളംസ് ഫ്ലോ അല്ലെ, കൂളംസ് ഫ്ലോയിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നതും ഒരു ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സ് ആണ്. F = Q1 Q2 R². സോ ഇങ്ങനെ ഒരു ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡിൽ നമ്മളൊരു വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യുന്നത്? സോ അതിനുവേണ്ടി നമ്മളൊരു പാർട്ടിക്കിൾ ഓഫ് മാസ് m ഇസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി, നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു അപ്വേർഡ് ഫ്രം ദ സർഫസ് ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ സർഫസിൽ നിന്ന് വെർട്ടിക്കലി അപ്വേർഡ് നമ്മളൊരു ബോഡീനെ പ്രൊജക്റ്റ് ചെയ്തു. Initial speed of the body is v0. So we have assumed that only force is gravity. There is no other force acting on the particle. We have to find the maximum height reached by the particle and the minimum value of initial speed v0 for the mass to escape the earth completely. എർത്തിൻ്റെ സർഫസിൽ നിന്നാണ് ഇതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. സോ എത്ര മിനിമം വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്താലാണ് ഈ പാർട്ടിക്കിൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് പോവുക? എർത്തിൻ്റെ സർഫസ് മീൻസ് എർത്തിൻ്റെ സർഫസിലുള്ള ഫോഴ്സ് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട്. ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ എക്സീഡ് ചെയ്ത് ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ മറികടന്ന് പുറത്തേക്ക് പോകാൻ, സ്പേസിലേക്ക് പോകാനായിട്ടുള്ള മിനിമം വാല്യൂ ഓഫ് വെലോസിറ്റി എത്രയാണ്? സോ ഇത് രണ്ടുമാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഈ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യുന്നു നോക്കാം. Using the work energy theorem, we can solve this problem. So for that, this is our case. Let capital M be the mass of the earth and R be the radius of the earth. So we have the work energy theorem, half mv square minus half mva square is equal to integral xa to xb f of x dx. So we can say that we are considering the inverse square field. So inverse gravitational field is given by F is equal to minus gmm by r². This negative sign shows that the force is attractive. We know that the gravitational force is always an attractive force. Gravitational force ഒരു attractive force ആണ്. F proportional to 1 by r² ആണ്. സോ ഇവിടെ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെ മാത്രമാണ്? F is a function of r only. അല്ലേ, ഫോഴ്സ് ആറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ 1 dimensional മോഷൻ. ഒരു 1 dimensional മോഷനാണ്. സോ നമുക്ക് ഇതിൽ വർക്ക് എനർജി തിയറം ഇൻ 1 dimension അപ്ലൈ ചെയ്യാം. വർക്ക് എനർജി തിയറം എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വർക്ക് എനർജി തിയറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ ഈ ഇക്വേഷനിൽ നമുക്ക് RHS നമുക്കറിയാം. RHS നമുക്ക് കാണാൻ സുഖമാണ്, കാരണം F of x നമുക്കറിയാം, ഫോഴ്സ് അറിയാം. ഫോഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്തതിൻ്റെ RHS നമുക്ക് കണ്ടുപിടിക്കാം. സോ RHS കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് LHSൽ നമുക്ക് എന്താ കിട്ടുക? കൈനറ്റിക് എനർജി. സോ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലെ കൈനറ്റിക് എനർജി നമുക്ക് മനസ്സിലാവും. സോ ഈ കൈനറ്റിക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് mv² ആണ്. സോ വെലോസിറ്റി അതിലുണ്ട് അല്ലേ. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് mv² ആണ്. സോ നമുക്ക് അതിൽ നിന്ന് വെലോസിറ്റി കാണാം. സോ നമുക്ക് കണ്ടത് എന്താ? വെലോസിറ്റി കാണണം ആദ്യം അല്ലേ. സോ വെലോസിറ്റിയും കാണണം, മാക്സിമം ഹൈറ്റും കാണണം. ഓക്കെ, അപ്പം നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് നമ്മൾ സെറ്റ് ചെയ്യാണ്. നമ്മൾ പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, പാർട്ടിക്കിൾ ഏത് പോയിന്റിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നത്? ഈ ഒരു പോയിന്റിൽ നിന്ന് അല്ലേ. ഈ ഒരു പോയിന്റിൽ സ്മോൾ r ഈക്വൽ ടു ക്യാപിറ്റൽ R ആണ്. അതായത് ബോഡീസ് ദ പാർട്ടിക്കിൾ സ്റ്റാർട്ട് അറ്റ് r ഈക്വൽ ടു ക്യാപിറ്റൽ R. പൊസിഷൻ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ എർത്ത്, സർഫസിൽ നിന്നാണല്ലോ പ്രൊജക്റ്റ് ചെയ്യുന്നത്. സോ സർഫസിൽ വാട്ട് ഈസ് ദ പൊസിഷൻ? റേഡിയസ് r ഈസ് ദ ക്യാപിറ്റൽ R ഈസ് ദ റേഡിയസ് ഓഫ് ദ എർത്ത്. ആൻഡ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് v0 ആണ്. ഫൈനൽ വെലോസിറ്റി v of r ആണ്. സോ നമ്മൾ ഇക്വേഷൻ, നമ്മുടെ ബേസിക് ഇക്വേഷൻ നമുക്ക് റീറൈറ്റ് ചെയ്ത് എഴുതാം. സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റീറിട്ടൺ ആസ് ഹാഫ് m v of r സ്ക്വയർ മൈനസ് ഹാഫ് m v0 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്യാപിറ്റൽ R ടു സ്മോൾ r f of r dr. അല്ലേ, നമ്മുടെ ഇപ്പോഴത്തെ വേരിയബിൾ എന്ന് പറയുന്നത് r ആണ്. സോ എഫ് ഓഫ് ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൈനസ് gmm by r² dr. അപ്പർ ലിമിറ്റ് ക്യാപിറ്റൽ R, ലോവർ ലിമിറ്റ് നമുക്ക് സ്മോൾ r മീൻസ് അറ്റ് എനി പോയിന്റ് സ്മോൾ r. നമ്മളൊരു r എന്നുള്ളൊരു പോയിന്റിലേക്കാണ് നമ്മളിതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സോ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് സർഫസിലുള്ള പൊസിഷൻ അല്ലെങ്കിൽ സർഫസിലുള്ള വാല്യൂ ഓഫ് ക്യാപിറ്റൽ R. അത് കഴിഞ്ഞ് സ്മോൾ r എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു പോയിന്റിലേക്കാണോ അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ RHS നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. LHSൽ എന്ത് വരും? LHSൽ നോക്കും, നമ്മൾ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് v0 ആണ്. ഫൈനൽ പോയിന്റ് അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റ് എന്തായിരിക്കും? ഹയസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റ് എന്തായിരിക്കും? മാക്സിമം പോയിന്റിലെത്തുമ്പോൾ, ഇപ്പോൾ സപ്പോസ് ക്യാപിറ്റൽ R എന്നുള്ള പോയിന്റ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു. ഇതിന് മാക്സിമം ഈ പാർട്ടിക്കിളിന് പോകാവുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ r ആണ്. ഇതാണ് ഇതിൻ്റെ മാക്സിമം പോയിന്റ്. സോ അതിന് r max നമ്മൾ ഡിനോട്ട് ചെയ്തു. ഈ r ഈക്വൽ ടു r max എന്നുള്ള പോയിന്റിൽ ഈ പാർട്ടിക്കിൾ അവിടെ വെച്ച് അതിന് മാക്സിമം ഹൈറ്റ് എത്തി, പിന്നെ അതെന്ത് ചെയ്യും? താഴേക്ക് തിരിച്ച് ഫോളോ ചെയ്യും അല്ലേ. സോ r ഈക്വൽ ടു r max എന്നുള്ള പോയിന്റിൽ ഇത് മാക്സിമം പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ എപ്പോഴും ഫൈനൽ വെലോസിറ്റി എന്താ എടുക്കുക? 0 ആണ് എടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തൊരു പ്രോബ്ലത്തിൽ ഇതുപോലെ എടുത്തിരുന്നു. സോ മാക്സിമം ഹൈറ്റ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹൈറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചാണ് പോരുക. സോ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0. ആ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും റിട്ടേൺ ആണ് വരിക. സോ മാക്സിമം വെലോസിറ്റി എത്തി.
സോ മാക്സിമം വെലോസിറ്റി എത്തിക്കഴിഞ്ഞാൽ അതവിടെ പാർട്ടിക്കിൾ സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ള അസംഷൻ എടുക്കുക. സോ വി ഓഫ് ആർ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ മാക്സിമം ഹൈറ്റിലെ ഫൈനൽ വെലോസിറ്റി വി ക്യാൻ റിട്ടൺ ആസ് 0 ആൻഡ് ആർ ഈക്വൽ ടു ആർ മാക്സ്. സോ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം 0 ആയി പോകും. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് 0 മൈനസ് ഹാഫ് എം v0² ഇസ് ഈക്വൽ ടു, ഇവിടെ ഈ GMM ബൈ മൈനസ് GMM എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെ പുറത്തേക്ക് എടുത്തു. സോ വി ഹാവ് 1/r² അല്ലേ. സോ ഈ മൈനസ് ക്യാൻസൽ ചെയ്തു. v0² ഇസ് ഈക്വൽ ടു 2gm അല്ലേ. 2 ഇങ്ങോട്ടേക്ക് പോയി, സ്മോൾ എം ക്യാൻസൽ ചെയ്തു. സോ v0² ഇസ് ഈക്വൽ ടു 2gm ഇൻറ്റു 1/r² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -1/r. ലോവർ ലിമിറ്റ് ക്യാപിറ്റൽ ആർ, അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ആർ മാക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ മാക്സിമം ഹൈറ്റ് ഈസ് റിപ്രസെൻറ്റഡ് ആസ് ആർ മാക്സ്. ഓക്കെ, സോ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് v0² ഇസ് ഈക്വൽ ടു 2gm ഇൻറ്റു അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/r മൈനസ് 1/r max. So we can rewrite this equation as v0² by 2gm is equal to 1/r minus 1/r max. So 1/r max is equal to 1/r minus v0² by 2gm. So we are going to find out the value of r max. So r max in the value 2gmr by 2gm minus v0² ആണെന്ന് വന്നു. സോ എല്ലാ നമ്മൾ മുകളിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2gm കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ മുകളിൽ ന്യൂമറേറ്ററിൽ 2gm കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാക്കിയുള്ളത് ക്യാപിറ്റൽ ആർ. ഡിനോമിനേറ്ററിൽ 2gm കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1, സെക്കൻഡ് ടേമിൽ v0² r by 2gm. So this is the final expression for this is the maximum height reached by the mass m. ഈ പാർട്ടിക്കിളിന് v0 എന്നുള്ള വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്താൽ എത്താവുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നതാണ് ആർ മാക്സ്. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഈ ക്യാപിറ്റൽ G എന്ന് പറയുന്നത് എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ക്യാപിറ്റൽ M എന്ന് പറയുന്നത് മാസ് ഓഫ് ദി എർത്ത്. സോ ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് നമുക്ക് റീപ്ലേസ് ചെയ്യാം നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വെച്ചിട്ട്. സോ അതെങ്ങനെയാണ് ചെയ്യുക? നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ GMM/r² can be equated to gravitational force mg. So we can equate this and we can find out the relation between gm and small g. Capital G and small g is given by the relation gm is equal to gr². സോ ഇവിടെ ക്യാപിറ്റൽ GMന് പകരം എനിക്ക് gr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എനിക്ക് റീപ്ലേസ് ചെയ്യാം. r max is equal to r divided by 1 minus v0² divided by 2gr. So this is the maximum height reached by the gas. Okay, so ഇനി നമുക്ക് അപ്പോൾ നമ്മൾ മാക്സിമം ഹൈറ്റ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസറായി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടത് മാക്സിമം ഹൈറ്റ് ആണ്. സോ അത് കണ്ടുപിടിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ ഈ പാർട്ടിക്കിളിനെ ഈ സർഫസിൽ നിന്ന് സ്പേസിലേക്ക് അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ എത്ര മിനിമം വെലോസിറ്റിയിലാണ് ഇതിനെ സെൻഡ് ചെയ്യേണ്ടത്? സോ v0ൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മാസിനെ ഇൻഫിനിറ്റിയിലേക്ക് അല്ലെങ്കിൽ സ്പേസിലേക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ എക്സ്പ്രഷനിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ഈ പാർട്ടിക്കിളിന് നമ്മൾ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം എത്താവുന്ന ഒരു ഹൈറ്റ് ഉണ്ട്. അതുതന്നെയാണ് നമ്മൾ ആർ മാക്സ് എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മളിതിനെ ഇൻഫിനിറ്റിയിലേക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പാർട്ടിക്കിൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഹൈറ്റ് എന്ത് പറയാം? ഇൻഫിനിറ്റി എന്ന് പറയാം. സോ വി ക്യാൻ റീപ്ലേസ് ദ മാക്സിമം ഹൈറ്റ് ആസ് ഇൻഫിനിറ്റി. So we can say that v0 becomes the v escape. So v escape is known as the escape velocity. So what do you mean by escape velocity? Escape velocity in the case of Earth is the initial velocity needed to move the maximum to move the particle to infinity. ഒരു പാർട്ടിക്കിളിനെ സ്പേസിലേക്ക് അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിൽ നിന്ന് പുറത്തു പോകാൻ എസ്കേപ്പ് ചെയ്തു പോകാൻ എത്രത്തോളം ഇനീഷ്യൽ വെലോസിറ്റി ആവശ്യമാണ് ആ ഇനീഷ്യൽ വെലോസിറ്റിനെ പറയുന്നതാണ് എസ്കേപ്പ് വെലോസിറ്റി ഡിനോട്ടഡ് ആസ് VE. സോ ഇനീഷ്യൽ എസ്കേപ്പ് വെലോസിറ്റി കിട്ടാൻ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി നീഡഡ് ഫോർ എ പാർട്ടിക്കിൾ ടു എസ്കേപ്പ് ഫ്രം ദ എർത്ത് സർഫസ്. സോ ഹൗ വി ക്യാൻ ഫൈൻഡ് ദ ഇനീഷ്യൽ വെലോസിറ്റി? സോ ഇൻ ദ എബവ് എക്സ്പ്രഷൻ ദാറ്റ് മീൻസ് ആർ മാക്സ് ഇസ് ഈക്വൽ ടു r divided by 1 minus v0² divided by 2gr. സോ ഈ എക്സ്പ്രഷനിൽ നമ്മൾ ആർ മാക്സിനെ എനിക്ക് ഇൻഫിനിറ്റി എന്ന് റീപ്ലേസ് ചെയ്യാം. അതുപോലെ v0 എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ എന്താണ്? VE, അതായത് എസ്കേപ്പ് വെലോസിറ്റിയാണ്. സോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കന്ന് VEയുടെ എക്സ്പ്രഷൻ കിട്ടും. സോ VE ഈസ് ഈക്വൽ ടു √2gr. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് വെലോസിറ്റി ഇൻ ദ കേസ് ഓഫ് എർത്ത്. സോ നമുക്ക് ഈ റൈറ്റ് സൈഡിലെ ടേംസ് എല്ലാം നോൺ വാല്യൂസ് ആണ്. G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 ആണ്. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി എർത്ത് ആണ്. റേഡിയസ് ഓഫ് ദി എർത്ത് എത്രയാണ്? 6.4 × 10⁻⁶ മീറ്റർ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എസ്കേപ്പ് വെലോസിറ്റി in km/s കിട്ടും. സോ ദാറ്റ് ഈസ് 11 km/s. സോ ദി എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് ഇസ് 11 km/s. സോ ഇത് നമ്മുടെ എർത്ത് എന്നുള്ള പ്ലാനറ്റിൻ്റെയാണ്. ഓരോ പ്ലാനറ്റ്സിനും
അതിൻ്റെ ജിയുടെ വാല്യൂവിന് വേരിയേഷൻ ഉണ്ടായിരിക്കും, റേഡിയസിന് വ്യത്യാസം ഉണ്ടാവും. സോ അതിനനുസരിച്ച് എസ്കേപ്പ് വെലോസിറ്റിയിലും വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഓക്കെ, സോ എസ്കേപ്പ് വെലോസിറ്റി ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ പർട്ടിക്കുലർ പ്ലാനറ്റ് ഓർ എ പർട്ടിക്കുലർ ഒബ്ജക്റ്റ്. ഇനി നമ്മൾ അടുത്തത് ഇതുപയോഗിച്ച് നമുക്ക് ഒരു സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്യാൻ എത്രത്തോളം എനർജി ആവശ്യമാണ് എന്ന് പറയാം. സാറ്റലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? എർത്തിൻ്റെ ചുറ്റും ആണ്, അല്ലെ? നാച്ചുറൽ സാറ്റലൈറ്റ്സ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉണ്ട്. എർത്തിൻ്റെ നാച്ചുറൽ സാറ്റലൈറ്റാണ് മൂൺ. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിനെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്യുമ്പോൾ അത് എർത്തിൻ്റെ സർഫസിൽ നിന്ന്, ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് എത്രത്തോളം എനർജി ഉണ്ട്, എത്രത്തോളം എനർജി ആവശ്യമാണ് ഒരു സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്യാൻ, അതും നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. സോ വി ആർ ഗോയിങ് ടു, ദർ ഇസ് എൻ എക്സാമ്പിൾ ഷോൺ ഹിയർ. So the energy needed to escape or eject a 50 kilogram spacecraft from the surface of the earth. എർത്തിൻ്റെ സർഫസിൽ നിന്ന് 50 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു സ്പേസ് ക്രാഫ്റ്റിനെ എനിക്ക് ഇജക്റ്റ് ചെയ്യണം. അപ്പോൾ എത്രത്തോളം എനർജി അതിന് ആവശ്യമാണ്, എത്ര എനർജി സ്പെൻഡ് ചെയ്താലാണ് ഈ സ്പേസ് ക്രാഫ്റ്റിനെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഇജക്റ്റ് ചെയ്യാൻ സാധിക്കുക. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ കൈനറ്റിക് എനർജി, ½mve². So here the important thing is that ve is the escape velocity and capital M is the mass of the spacecraft. Okay, so v is the escape velocity. So if we have put this escape velocity, the energy shows the energy needed to escape from the earth's surface, because it is, we are substituting the escape velocity. എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ കൊടുക്കുന്ന കാരണം കൊണ്ട് ഇവിടെ കിട്ടുന്ന എനർജി എന്തായിരിക്കും? ഈ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ സ്പേസ് ക്രാഫ്റ്റിനെ ഇജക്റ്റ് ചെയ്യാൻ വേണ്ട എനർജി ആയിരിക്കും. സോ W is equal to ½ into 50. 50 kilogram is the weight of the spacecraft, mass of the spacecraft. So 50 into 11 into 10 raised to 3. So 3 into 10 raised to 19 joules. So ഇത്രയും എനർജി 3 into 10 raised to 9 joules കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഒരു സാറ്റലൈറ്റിനെ, സ്പേസ് ക്രാഫ്റ്റിനെ നമുക്ക് എർത്തിൻ്റെ സർഫസിലേക്ക് അല്ലെങ്കിൽ സർഫസിൽ നിന്ന് ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കിയത് അത്രയും ഹ്യൂജ് എനർജിയാണ്. നമുക്കൊരിക്കലും ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഇത്രയും ഹൈ എനർജി കൊടുക്കാനായിട്ട് പറ്റില്ല. നമുക്കറിയാം, നമ്മൾ റോക്കറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സാറ്റലൈറ്റ്സിനെ, അല്ലെ റോക്കറ്റിൻ്റെ ത്രസ്റ്റ് കൊണ്ടാണ് നമ്മൾ സാറ്റലൈറ്റ്സിനെ, റോക്കറ്റ്സ് ആണ് സാറ്റലൈറ്റിനെ വഹിക്കുന്നത്. സോ സാറ്റലൈറ്റ്സിനെ നമ്മൾ റോക്കറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. സോ ഒരു സ്റ്റേജ് റോക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും ഇത്രയും എനർജി അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മൾ യൂസ് ചെയ്യുക മൾട്ടി സ്റ്റേജ് റോക്കറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും. സോ നമ്മൾ ഓരോ സ്റ്റേജ് റോക്കറ്റ്സും യൂസ് ചെയ്തിട്ട് ഒരു ഒറ്റ സിംഗിൾ സ്ട്രെച്ചിൽ നമ്മൾ ഇത്രയും 3 into 10 raised to 9 joules നമുക്ക് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യും, ഒരു 1, 2, 3 സ്റ്റേജസ് ഒരു റോക്കറ്റിന് കൊടുത്ത് ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് റീച്ച് ചെയ്യും, അല്ലെങ്കിൽ പർട്ടിക്കുലർ വെലോസിറ്റി റീച്ച് ചെയ്യും. അതുപോലെ അങ്ങനെ ഒരു 3 സ്റ്റെപ്പ് കഴിയുമ്പോൾ അതിന് എർത്തിൻ്റെ സർഫസിൽ നിന്ന് ലോഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ആ സാറ്റലൈറ്റിന് നമുക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത് നമ്മൾ റോക്കറ്റ്സിൻ്റെ തിയറി പറയുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് എസ്കേപ്പ് വെലോസിറ്റി. ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വിച്ച് ഈസ് എൻ ആപ്ലിക്കേഷൻ ഓഫ് വർക്ക് എനർജി തിയറം. സോ ഈ എസ്കേപ്പ് വെലോസിറ്റിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള 2 പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ മാർസ്. മാർസ് എന്ന് പറയുന്ന പ്ലാനറ്റിൻ്റെ എസ്കേപ്പ് വെലോസിറ്റിയും അതുപോലെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും കാണണം. സോ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുണ്ട് എർത്തിൻ്റെ മാസും അതുപോലെ തന്നെ മാഴ്സിൻ്റെ മാസും കമ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. സോ റേഡിയസും കമ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ ജനറൽ ഇക്വേഷൻ V is equal to √2gr എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്, സോ V represents the energy escape velocity of earth. So similarly Vm is equal to √2grm. സോ ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്രഷൻ കിട്ടും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ജിയുടെ വാല്യൂ വ്യത്യാസമുണ്ട്. സോ ആദ്യത്തേന് നമ്മൾ GE എന്ന് ഡിനോട്ട് ചെയ്യും, രണ്ടാമത്തതിന് GM എന്ന് ഡിനോട്ട് ചെയ്യും. സോ ഇതിൽ നമ്മൾ ഒരു പ്ലാനറ്റിന് GERE കോൺസ്റ്റൻ്റ് ആണ്. സോ അടുത്തൊരു പ്ലാനറ്റ് എടുത്തു കഴിഞ്ഞാൽ G മാറും, റെസ്പെക്റ്റീവായിട്ട് മാറും. സോ നമ്മൾ ആദ്യത്തെ എക്സ്പ്രഷനിൽ V equal to √2GERE where GE represents the acceleration due to gravity of earth. Similarly GM represents the acceleration due to gravity of Mars. സോ ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GMൻ്റെ വാല്യൂ കാണാം. സിമിലർലി വി ക്യാൻ ഫൈൻഡ് ദി എസ്കേപ്പ് വെലോസിറ്റി. അതുപോലെ സെക്കൻഡ് പ്രോബ്ലം പറയുന്നത്, എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് ഔട്ട് ഫ്രം ദ എർത്ത് വിത്ത് വെലോസിറ്റി ത്രൈസ് ഓഫ് ദ എസ്കേപ്പ് വെലോസിറ്റി. ഒരു ബോഡീനെ നമ്മൾ എസ്കേപ്പ് വെലോസിറ്റിയിലല്ല പ്രൊജക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ 3 times എസ്കേപ്പ് വെലോസിറ്റിയിലാണ് പ്രൊജക്റ്റ് ചെയ്തത്. സോ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എർത്തിൻ്റെ അല്ലെങ്കിൽ എർത്തിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത ഈ പാർട്ടിക്കിളിൻ്റെ സ്പീഡ് എത്രയായിരിക്കും? അതിന് എന്തായാലും ഇനീഷ്യൽ സ്പീഡ് അതായത് നമുക്കറിയാം എത്ര സ്പീഡ് മാത്രം മതി പ്രൊജക്റ്റ് ആവാൻ, ½mve², അല്ലേ? ½ mve² ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി കാണുക. സോ ½ mve² എനർജി ഉണ്ടായാൽ ഓൾറെഡി പാർട്ടിക്കിൾ പ്രൊജക്റ്റഡ് ആവും. പക്ഷേ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്
എം ഇൻറ്റു 3ve² ആണ്. ഇത്രയും എനർജി കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് ഹാസ് ഓൾറെഡി ദി എനർജി 9/2 mve². സോ ഓൾറെഡി എത്രയാണ് ആവശ്യമുള്ളത്? 1/2 mve² മതി. സോ റിമൈനിങ് എത്ര ഉണ്ട്? റിമൈനിങ് എന്ന് പറയുന്നത് 8/2 mve² ആണ് അല്ലേ? സോ ദാറ്റ് ഈസ് ദ റിമൈനിങ് കൈനറ്റിക് എനർജി ഇറ്റ് ഹാസ്. സോ അത് ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാർട്ടിക്കിളിൻ്റെ റിമൈനിങ് സ്പീഡ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദ ബോഡി അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി എർത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് വയ്ക്കുക. സോ ഈവനിങ്ങിൽ ഞാനതിന് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് പറയും. ഓക്കെ, നിങ്ങൾ ക്ലാസ്സസ് കണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം. ക്ലാസ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.